ഹായ് ഹലോ പവിത്രം സീരിയലിൻ്റെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വേദിയും തരുണും അമ്മയും ഗൗരിമോളെല്ലാം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു സീനാണ്. അന്നേരം തരുണ് വേദയോട് പറയുന്നുണ്ട്, ഗൗരിമോളെ ഇവിടെ സ്കൂൾ ചേർത്ത കാര്യം. അപ്പോഴാണ് വേദ പോലും അറിയുന്നത്, ഗൗരിമോളെ ഇവിടെ സ്കൂളിലാക്കിയിട്ട് അവളെ നോക്കാൻ ആരാ? അമ്മയുണ്ടല്ലോ. മുമ്പും അങ്ങനെ തന്നെയല്ലേ, നമ്മ രണ്ടുപേരും ജോലി പോയി കഴിഞ്ഞാൽ അമ്മയല്ലേ അവളെ നോക്കുന്നത്. എന്നാലും അത് ശരിയാണോ? നമ്മൾ രണ്ടുപേരും ഒരിടത്ത്, ഗൗരിമോളും അമ്മയും തനിച്ചിവിടെ, അമ്മ നമ്മുടെ കൂടെ വരുന്നില്ലേ എന്ന് ചോദിക്കുക. വേദയ്ക്ക് തരുണിൻ്റെ ഒറ്റയ്ക്കുള്ള ആ തീരുമാനം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ആ വേദങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വാദിക്കുമ്പോൾ ഈ അമ്മ പറയുന്നുണ്ട്, മോളെ, മോളുടെ മുന്നിൽ വെച്ച് ഇങ്ങനത്തെ ഒരു സംസാരം വേണ്ട. ഗൗരിമോളാണെങ്കിലും അന്നേരത്ത് എനിക്ക് ഭക്ഷണം വേണ്ട, ഞാനിവിടെ സ്കൂളിൽ പോവില്ല എന്നെല്ലാം പറഞ്ഞ് പിണങ്ങി അങ്ങ് പോകുന്നുണ്ട്. അന്നേരം അമ്മ വീണ്ടും പറയും, മോളെ, നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഒരുമിച്ചൊരു തീരുമാനം എടുക്കണം ഗൗരിമോളുടെ കാര്യത്തിൽ. അല്ലാതെ അവളുടെ മുമ്പിൽ വെച്ച് വഴക്കടിക്കരുത്. നാവ് കെട്ടിയിട്ടിട്ട് അഭിപ്രായം ചോദിച്ചാൽ എങ്ങനെ? വേദിക്കും തരുണിൻ്റെ സ്വയമുള്ള ആ ഒരു ഇതിൽ വല്ലാതെ വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ വേദിയും കഴിച്ച് എണീറ്റ് പോവാണ്. അന്നേരം തന്നെ തരുണിനോട് അമ്മ പറയുന്നുണ്ട്, എന്തിനാ അമ്മ വേദയ്ക്ക് ഇത്ര പരിഗണന കൊടുക്കുന്നത്? എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയൊന്നും അല്ലല്ലോ. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ നിനക്ക് ഗൗരിമോളെ നിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അന്നേരത്ത് വേദിയെ നിനക്ക് ആവശ്യമുണ്ടായിരുന്നു. അത് നീ മറക്കരുത്. എന്തൊക്കെയായാലും അവളുള്ളതുകൊണ്ടല്ലേ ഗൗരിമോളിപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. നീ അവളടുത്ത് ഇനി ഗൗരിമോളുടെ എന്ത് കാര്യത്തിലും അവളോടും കൂടെ അഭിപ്രായം ചോദിക്കണമെന്ന് അമ്മ തരുണിനെ ഉപദേശിക്കുന്നുണ്ട്. റൂമിലെത്തിയ വേദ ഗൗരിമോളിങ്ങനെ കളിച്ചോണ്ടിരിക്കാണ്. അന്നേരത്താണ് അവിടേക്ക് വരുന്നത് തരുൺ വന്ന്, വേദ, അവൾ അവിടെ ഇരുന്ന് കളിച്ചോട്ടെ, എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ വേദ കതക് തുറന്ന് പുറത്തേക്ക് വരാം. സോറി, ഗൗരിമോളുടെ കാര്യത്തിൽ എനിക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. അവളുടെ സുരക്ഷിത അത് മാത്രമാണ് ഞാൻ നോക്കുന്നത്. അപ്പോഴും വേദ ഒന്നും മിണ്ടുന്നില്ല. എന്നാലും വേദ എന്നോട് ചെയ്ത ഉപകാരങ്ങളൊക്കെ മറന്നിട്ടല്ല. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഗൗരിമോളുടെ കാര്യം വരുമ്പോൾ എന്താ എനിക്കറിയില്ല, അങ്ങനെയൊക്കെ പറയേണ്ടി വരികയാണ്. അവളുടെ സുരക്ഷിത, അവൾക്കൊരിക്കലും ആപത്ത് വരരുതെന്ന് അതെന്താ പെട്ടെന്ന് അവൾക്കൊരു ബോഡി ഗാർഡിനൊക്കെ തീരുമാനിച്ചത് ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ടാണോ എന്ന് വേദ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലുമല്ല. അപ്പോൾ ഏതോ ആരോ എന്നറിയാത്തൊരാൾ പുറത്ത് കൊണ്ടുപോകുന്നില്ലേ? തരുണിന് യാതൊരു പ്രശ്നവുമില്ലേ? അതുകൊണ്ടല്ല വേദ, അവൾക്ക് നേർക്ക് എപ്പോഴും ഏത് സമയം അറ്റാക്ക് ഉണ്ടാവുമെന്ന ഒരു ഭയമായിരുന്നു. ഞാൻ രാധിക എൻ്റെ കൺമുമ്പിൽ കുഴഞ്ഞു വീണപ്പോഴാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് എത്രമാത്രം വേദനയുണ്ടാക്കുന്നെന്ന കാര്യം എനിക്ക് മനസ്സിലായത്. അവളെ ഞാൻ വളർത്താനും അങ്ങനെ അമ്മയില്ലാത്ത കുട്ടിയെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫാദറാണോ? അതിൻ്റെ എല്ലാ ഒരു വിഷമം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തരുണ് അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ഗൗരിമോള് അമ്മയോട് ചോദിക്കുക, എന്തിനാ അമ്മ കാരണത്? അച്ഛൻ വഴക്ക് പറഞ്ഞോ? അച്ഛനൊന്നും പറഞ്ഞില്ല. എനിക്കറിയാം, അച്ഛനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അമ്മക്ക് സങ്കടമായി. എൻ്റെ അമ്മയെ വഴക്ക് പറഞ്ഞാൽ അച്ഛനെ വെറുതെ വിടില്ല, സോറി ഞാൻ പറയിപ്പിക്കും. മോളെ വേണ്ട എന്നൊക്കെ ഇങ്ങനെ വേദ പറയുന്നുണ്ടെങ്കിലും അവൾ ഓടി അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. സോറി പറ. എന്തിനാ മോളെ സോറി പറയണത്? അമ്മയെ ചീത്ത പറഞ്ഞില്ലേ, അതുകൊണ്ടല്ലേ അമ്മ കരയുന്നത്? ആ കൊച്ചു കുറുമ്പി അച്ഛൻ്റെ മുമ്പിൽ വാദിക്കുന്നുണ്ട്. വിക്രമിൻ്റെ മോള് തന്നെ അമ്മയെ വേദനിപ്പിച്ചാൽ പിന്നെ അവൾ വെറുതെ വിടില്ല. മോളെ, നിനക്ക് നോക്കാൻ ഒരു അങ്കിൾ വരും എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടുന്ന് പോയ ഞാനിവിടെ തനിച്ച് നിൽക്കില്ല, എനിക്ക് നിങ്ങളുടെ കൂടെ നിന്നാൽ മതിയെന്ന് ഗൗരിമോള് വാശി പിടിച്ച് പറയാണ്. അങ്ങനെ ഒടുവിൽ ഗൗരിമോളുടെ പിണക്കം മാറ്റാൻ പറ്റാതെ തരുണ് വിഷമിച്ച് നിൽക്കാണ്. അവൾ തനിച്ച് അവിടെ നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിക്രമിനെയാണ്. വിക്രം ഇങ്ങനെ വീടിൻ്റെ ഉമ്മറത്ത് വേദയെക്കുറിച്ച് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ആമി അങ്ങോട്ട് വരുന്നത്. നല്ല മൂഡിലാണെങ്കിൽ നമുക്കൊരു ഡ്രൈവ് പോയാലോ ഈ രാത്രി? ആമി ഉറങ്ങിയില്ലേ എന്ന് വിക്രം അന്വേഷിക്കുമ്പോൾ, ഇല്ല, ചില ദിവസങ്ങൾ ഇങ്ങനെയാ, ഉറക്കം വരില്ല, തലനുള്ളിൽ നല്ല ഹാപ്പി ആയിരിക്കും. എന്തായാലും മൂടില്ലെങ്കിൽ വേണ്ട. അങ്ങനെ വിക്രമിൻ്റെ അടുത്ത് വന്ന് ഇരിക്കുന്നുണ്ട്. വിക്രം ഇപ്പോൾ എന്താ ആലോചിക്കുന്നത് ഞാൻ നോക്കട്ടെ. വേദയെയും കുറിച്ചു അല്ലേ ആലോചിക്കുന്നത്? വേദയെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളാണ് വിക്രമിൻ്റെ മനസ്സിലിപ്പോൾ. അതുമാത്രമാണ് വിക്രമിന് നല്ല ഓർമ്മകളിൽ ഒന്നായിട്ടുള്ളത് എന്ന് ആമി പറയുമ്പോൾ, ആമി എത്ര പെട്ടെന്നാണ് തന്നെ തിരിച്ചറിഞ്ഞതെന്ന് വിക്രം അവളെ നോക്കുന്നുണ്ട്. ചില സംസാരങ്ങൾ അച്ഛനിൽ നിന്നും മാഷിൽ നിന്നും എനിക്ക് കിട്ടിയതാണ്, അങ്ങനെ ബാക്കി ഞാൻ ഊഹിച്ചെടുത്തതാണ്. അങ്ങനെ ആമിയായിട്ട് ആ രാത്രി കുറച്ച് സമയം സംസാരിച്ചു.
സംസാരിച്ച് പുറത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ആമി ഉറങ്ങാനെന്നാണം അവിടെ നിന്ന് പോവാണ്. വിക്രമും കുറച്ച് സമയം വേദയെക്കുറിച്ചുള്ള ആ നല്ല ഓർമ്മകളിൽ അവിടെ ഇരുന്ന് അവളെക്കുറിച്ച് ഓർക്കുക. ഇപ്പോൾ ഞാനും അവളും പിരിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞു വേണമെന്ന കാര്യം. പിന്നീട് ഞങ്ങൾ പിരിഞ്ഞതെല്ലാം രണ്ടിടത്തായി പോയതാണ്. അന്ന് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവൾക്ക് 5 വയസ്സായി കാണും. അതുപോലെ ഒരു കുഞ്ഞിനെ നോക്കാനല്ലേ നാളെ പോകുന്നു ഓർത്തപ്പോൾ വല്ലാത്ത സന്തോഷം. എനിക്കുണ്ടാകുന്ന കുഞ്ഞിൻ്റെ അതേ പ്രായമായിരിക്കും ആ കുഞ്ഞിന്. ഇന്നലെയും ഞാൻ ഒരു സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞ് വിക്രം തൻ്റെ കാര്യങ്ങളൊക്കെ ആമിയുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗൗരിമോള് തനിച്ച വീട്ടിൽ നിൽക്കില്ല എന്നും അച്ഛനും അമ്മയുടെ കൂടെ മാത്രമേ നിൽക്കൂ എന്ന് വാശി പിടിക്കാണ്. എങ്ങനെയെങ്കിലും അവളെ നാട്ടിലെത്തിക്കണം, നാട്ടിൽ നിർത്തണം, അവിടെ സ്കൂളിൽ ചേർക്കണം, വേദ എന്ന് സഹായിക്കണം. അങ്ങനെ വേദിയും തരുണും കൂടെ ഒരുമിച്ച് ഗൗരിമോളോട് സംസാരിക്കുന്നുണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ. അപ്പോഴേക്കും പുതിയത് വരുന്ന ബോഡി ഗാർഡുമായിട്ട് മോൾ ഇണങ്ങും. പിന്നെ എത്രയും പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർ വാങ്ങി ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. മോളുടെ അമ്മയുടെ ജോലിയുടെ കാര്യം അറിയാലോ, അമ്മയുടെ സാന്നിധ്യം എപ്പോൾ വേണം. അത്രയ്ക്കും നല്ല ഇമ്പോർട്ടൻ്റ് ഉള്ള ജോലിയാണ് മോളുടെ അച്ഛനും അമ്മയ്ക്കും. അങ്ങനെ ഒരു വിധത്തിൽ ഗൗരിമോളെ പറഞ്ഞവർ മനസ്സിലാക്കുന്നുണ്ട്. ഒരാഴ്ച അവളുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗൗരിമോൾ മനസ്സില്ലാ മനസ്സോടെ ഇവിടുത്തെ സ്കൂളിൽ പോവാമെന്ന് സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് വേദയെ ഗൗരിമോൾ പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പാൾ വിളിച്ചിട്ടുണ്ടാവും. എന്താ മാഡം, എന്താ പ്രശ്നം? നിങ്ങളുടെ പ്രൊഫഷനിലൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഗൗരിമോളുടെ സ്വഭാവത്തിൽ അതിന് മാത്രം എന്താ ഉണ്ടായത്? അങ്ങനെ ക്ലാസ്സിലെ ഒരു കുട്ടിയുമായിട്ട് വഴക്കുണ്ടായ കാര്യം അവരവിടെ പറയുന്നുണ്ട്. അവൾക്ക് എന്ത് കാര്യം തെറ്റാണെന്ന് തോന്നിയാൽ പിന്നെ അവിടെ അടിയാണ്, അടിച്ചിട്ട് അവളങ്ങ് തീർക്കും. അങ്ങനെ ക്ലാസ്സിലെ ഒരു കുട്ടിയുമായിട്ട് ഗൗരി മറ്റൊരു കുട്ടിയുടെ കളർ പെൻസിൽ പിടിച്ചു വാങ്ങുന്നത് കണ്ടതും അവർ നല്ല ഇടി കൊടുക്കുന്നുണ്ട്. ആ രംഗങ്ങളെല്ലാം വേദ ഒരു പുഞ്ചിരിയോടെ ഓർക്കുന്നുണ്ട്. വിക്രം തൻ്റെ കൈ പിടിച്ച് തന്നെ ഉപദ്രവിക്കാൻ നോക്കിയവരെ അടിച്ച് ഷെയ്പ്പാക്കിയ കാര്യങ്ങളെല്ലാം അവളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കാട്ടോ. എന്താ മാഡം, എന്താ ചിരിക്കുന്നത്? ഒന്നുമില്ലെന്ന് പറഞ്ഞ് പ്രിൻസിപ്പലിനോടും ടീച്ചേഴ്സിനോടൊക്കെ താങ്ക്സ് പറഞ്ഞ് വേദ പുറത്തിരിക്കുമ്പോൾ വേദ വിക്രമിനെ കുറിച്ച് ആലോചിക്കാനും. അമ്മേ, എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമോ എന്ന് ഗൗരിമോൾ ചോദിക്കുമ്പോൾ ഇല്ല മോളോ എന്ന് പറഞ്ഞ് അവൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. അച്ഛൻ്റെ മോൾ തന്നെ എന്ന് വേദ മനസ്സ് കരുതുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ വിക്രമിനെ ആൻഡ്രൂ സാർ വിളിക്കുന്നുണ്ട്. എന്തായി വിക്രം, നിന്റെ തീരുമാനം? നീ പോവാൻ തന്നെ തീരുമാനിച്ചോ? അതെ സാറേ, ഞാൻ പോകുന്നുണ്ട്. എന്നാലേ ആ അഡ്രസ്സ് ഒന്ന് എൻ്റെ ഫോണിലേക്ക് അയക്കണം എന്ന് വിക്രം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. ഈ സമയം മാഷി വിക്രമിനോട് ചോദിക്കൂ, മോനെ ഈ ജോലി നമുക്ക് വേണോ? വേണച്ചാ, എന്തായാലും പോയി നോക്കാം. വേദയെക്കുറിച്ച് അന്വേഷിക്കാനും കൂടെയുള്ള ഒരിതാണ്, അല്ലാതെ ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി മാത്രമല്ല. ഇനിയെങ്കിലും അവളെക്കുറിച്ച് അന്വേഷിക്കണം. മോനെ, നിനക്ക് പറ്റില്ലെങ്കിൽ നീ ഇങ്ങ് പോന്നേക്കണം, പ്രശ്നത്തിനൊന്നും പോവരുത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു ശബ്ദം കേട്ടോണ്ടാണ് പുറത്തേക്ക് വരുന്നത് ആമി. അന്നേരത്ത് കണ്ണാടിയിൽ നോക്കി താടിയെല്ലാം വടിച്ച് നല്ല ഫ്രഷ് ആവുന്നുണ്ട് വിക്രം. താടിയും മുടിയൊക്കെ വെട്ടിയോ? അതെ, എന്നെ ഈ ജോലി ഏൽപ്പിച്ച ആൻഡ്രൂ സാർ പറഞ്ഞിരുന്നു നല്ല വൃത്തിയും വെടുപ്പിലും അങ്ങോട്ട് പോകണമെന്ന്. എന്തായാലും ഇത് കൊള്ളാം. ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കാനല്ലേ പോകുന്നത്. അപ്പോൾ വിക്രമിന് ഈ ലുക്ക് കൊള്ളാമെന്ന് ആമിയും പറയാണ്. ആ സമയം തന്നെ മാഷും അങ്ങോട്ട് വരുന്നുണ്ട്. മോനെ, എപ്പോഴാണ് നീ പുറപ്പെടുന്നത്? വേദിയുടെ കാര്യം ഒന്നും കൂടെ വിക്രമിനെ പറയുന്നുണ്ട് കേട്ടോ. വിക്രമിനടുത്ത് മാഷി സൂചിപ്പിക്കുകയും ചെയ്യാണ്. വിക്രമിനെ വേദയെ കണ്ടുപിടിക്കാൻ തന്നെയാണ് വിക്രം ഈ ഒരു ജോലിക്ക് പോലും പോവാൻ തീരുമാനിച്ചത്. അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷമുണ്ട്. തനിക്ക് വേണ്ടപ്പെട്ട ആരുടെയോ അടുത്തേക്ക് പോകുന്ന പോലെ ഒരു ഫീല് വിക്രമിന് തോന്നാണ്. അങ്ങനെ ആൻഡ്രൂ സർ പറഞ്ഞ ലൊക്കേഷനിൽ തന്നെ വിക്രം വാഹനം ഓടിച്ചു പോകുമ്പോൾ ആൻഡ്രൂ സർ അവളെ ഒരിക്കൽ കൂടി വിളിക്കുന്നുണ്ട്. വിക്രം, ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയാം വിട്ടുപോയി. എന്താ സാറേ? വണ്ടി ഒതുക്കി വിക്രം ചോദിക്കുന്നുണ്ട്. അതെ, നിന്റെ പാസ്റ്റൊന്നും അവിടെ പറയണ്ട. നീ ജയിലിലാണെന്നും നിന്റെ പേര് വിക്രമാണെന്നും. അയ്യോ സാറേ, അതെങ്ങനെ മറച്ചു വെക്കുന്നത്? പേര് പറയാതെ എങ്ങനെ? അവരെന്നോട് പ്രൂഫ് വല്ലതും ചോദിച്ചാലോ? അതെ, നീ ചെന്ന പാടെ നീ ആ കാര്യം പറയണ്ടെന്നാ പറഞ്ഞത്. അവിടെ തരുൺ സാറിൻ്റെ ഭാര്യയും അമ്മയും ഒക്കെ ഉണ്ട്. അവർക്ക് അവരുടെ മകളെ ഏൽപ്പിക്കുമ്പോൾ കുറച്ച് നല്ല ആളെന്ന് തോന്നിക്കുന്ന ആളെ കയ്യിൽ ഏൽപ്പിക്കേണ്ടേ? ഫസ്റ്റത്തെ ദിവസം അവർക്കത് മനസ്സിലാവില്ലല്ലോ. പിന്നെ വിശ്വാസം ഉണ്ടെന്ന് അവർക്ക് തോന്നും. തൽക്കാലം നീ നിന്റെ പേരോ അഡ്രസ്സോ ഒന്നും പറയണ്ട. പ്രൂഫ് ചോദിക്കുകയാണെങ്കിൽ
അപ്പോഴല്ലേ അതെനിക്ക് വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട്. വിക്രമിന് ആദിത്യൻ്റെ പേര് മാറ്റി പറയുന്നത് ഓർക്കുമ്പോൾ വല്ലാതെ വല്ലായ്മ തോന്നുന്നുണ്ട്. എന്തായാലും ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ ആൻഡ്രൂ സാർ പറഞ്ഞ പ്രകാരം തന്നെ അവനത് ചെയ്യാമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഈ സമയം വേദ ഇങ്ങനെ ഡ്രസ്സുകളെല്ലാം അയോൺ ചെയ്യുന്ന സമയത്താണ് അവൾക്കൊരു പ്രധാനപ്പെട്ട കോൾ വരുന്നത്. അത് അറ്റൻഡ് ചെയ്ത അവൾ 2 മണിക്കൂറിനുള്ളിൽ അവിടെ എത്താമെന്നും ഇപ്പം തന്നെ പുറപ്പെടാമെന്നും പറയുന്നുണ്ട്. തരൻ വന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ഫാക്ടറിയിൽ തീ പിടിച്ച കാര്യം വേദ പറയുന്നുണ്ട്. താൻ അവിടേക്ക് വരണമെന്നും പറഞ്ഞാണ്ടാണ് അവിടെ നിന്ന് കോൾ വന്നത്. താ പോയിക്കോ, ഞാനുണ്ടല്ലോ ഇവിടെ. അപ്പോൾ അയാൾ വരുന്ന സമയത്ത് ഞാനുണ്ട്, ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ താ ഇങ്ങോട്ട് വരില്ലേ, അപ്പോൾ അയാളെ കാണാം, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ മോളോടും തന്നെ എല്ലാം പറയുമ്പോൾ ഗൗരിമോൾക്ക് സങ്കടമാവുന്നുണ്ട്. അമ്മയുടെ ജോലിയുടെ ആവശ്യത്തിനല്ലേ മോളെ, അമ്മ പെട്ടെന്ന് വരില്ലേ എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച് വേദ അവിടെ നിന്ന് പോവാണ്. അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാമെന്ന് തരുൺ വേദയോട് പറയുന്നുണ്ട്. താൻ വേഗം പോവാൻ പുറപ്പെടാൻ നോക്ക്. അങ്ങനെ വേദ കാറിൽ പോകുമ്പോൾ അവളുടെ കുഞ്ഞിനെ, വിക്രമിൻ്റെയും വേദയുടെയും കുഞ്ഞിനെ നോക്കാനായി വിക്രം ബൈക്കിൽ വരുമ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം കാണുന്നില്ല. വിക്രം ആമിയോട് പറയുന്നുണ്ടായിരുന്നു, വേദ ഈ വീട്ടിൽ ഇവിടെ ഉള്ളപ്പോൾ തന്നെ കാണാതിരിക്കില്ല. അവൾ ഈ നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ എന്നെ കാണാതെ അവൾ ഒരിക്കലും മറ്റൊരിടത്ത് ഒളിച്ച് താമസിക്കില്ല. വിക്രം എവിടെയാണെങ്കിലും അവൾ തേടി വരും. എനിക്കതിൽ വിശ്വാസവും ഉണ്ടെന്ന് വേദയെക്കുറിച്ച് വിക്രം ആമിയോട് പറഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ. അങ്ങനെ വേദ പുറപ്പെട്ടു. അങ്ങനെ ഗൗരിമോളും വിക്രമും ആദ്യമായി കാണുന്ന ആ ഒരു സീനാണ് പിന്നീട് വരുന്നത്. ഗൗരിമോൾ ഇങ്ങനെ ഉമ്മറത്തേക്ക് വരുമ്പോൾ വിക്രം ബൈക്കിൽ വരുന്നുണ്ട്. അവൾ കാണുന്ന കാർട്ടൂണിലെ കീചകനെ പോലെയാണ് വിക്രമിനെ കാണുന്നത്. അതേ വേഷത്തിലൊക്കെ അവ ഇങ്ങനെ വന്നിറങ്ങാണ്. അങ്ങനെ ഗൗരിമോൾ ഇങ്ങനെ മറഞ്ഞു നിന്ന് നോക്കുന്നുണ്ട്. ആ സമയത്ത് ആ വീട്ടിലെ ഷീല എന്ന സെർവൻറ്റ് വിക്രമിനെ കണ്ടതും ആരാധനയോടെ നോക്കാട്ടോ. അയ്യോ കീചകം വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഗൗരിമോൾ ഓടിപ്പോകുമ്പോൾ തരുൺ പുറത്തേക്ക് വരുന്നുണ്ട്. ഹായ് സാർ എന്നും പറഞ്ഞ് തരുണും വിക്രമും പരസ്പരം കൈകൊടുത്ത് പരിചയപ്പെടാം. മോളെ ഓടിപ്പോയല്ലോ, എന്നെ കണ്ട് പേടിച്ചിട്ടാണോ? അവൾ കാണുന്ന കാർട്ടൂണിലെ കീചകനെന്നാണ് വിക്രമിൻ്റെ ആ പേരും പറഞ്ഞുകൊണ്ടാണ് അവൾ ഇവിടെ നിന്ന് ഓടിയത്. അങ്ങനെ ഒരു തോക്കെടുത്തുകൊണ്ട് വന്ന് വിക്രമിൻ്റെ നേരെ ഇങ്ങനെ ഇതാക്കുന്നത് കേട്ടോ. ആ സമയത്ത് വിക്രം അങ്ങ് തൻ്റെ നെഞ്ചിലേക്ക് വെടികൊണ്ട് കൊണ്ട പോലെ ആക്ട് ചെയ്യാണ്. എന്നിട്ട് അവൾ അങ്ങ് ഓടിപ്പോകുന്നു. അയ്യോ സോറി, അവൾ കുറച്ച് കുറുമ്പിയാ എന്ന് വിക്രമിനോട് തരുൺ പറയുന്നുണ്ട്. അത് ഞാൻ ആ ഒരു രീതിയിൽ എടുത്തിട്ടുള്ളൂ സാറേ, കൊച്ചു കുട്ടിയല്ലേ, ഞാൻ മാനേജ് ചെയ്തോളാം. അങ്ങനെ വിക്രമി ചെയ്യേണ്ട ജോലിയെക്കുറിച്ചൊക്കെ തരൺ പറയുന്നുണ്ട്. ഇവളുടെ അമ്മ പെട്ടെന്ന് അത്യാവശ്യം കോൾ വന്നപ്പോൾ പോവേണ്ടി വന്നു. അറിയാം സാറൻ, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയും കണ്ടും ചെയ്തോളാം. അങ്ങനെ വിക്രമിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് തരുണ്. ഈ സമയം ഗൗരിമോൾക്ക് വേണ്ടി പാലും ബൂസ്റ്റും ഉണ്ടാക്കായിരിക്കും. അമ്മ ചോദിക്കുന്നുണ്ട്, ഇത്രയും പെട്ടെന്ന് ഇതിലെ ബൂസ്റ്റ് പൊടി തീർന്നു പോയോ എന്ന് ഷീലയോട് ചോദിക്കുമ്പോൾ ഞാനത് അമ്മയോട് പറയാൻ മറന്നതാ, ഗൗരിമോളെ തന്നെ എടുത്ത് കഴിക്കുന്നതാണ്. അവളുടെ കള്ളത്തരം പൊളിക്കണം. അതിനു വേണ്ടി തന്നെ ഗൗരിമോൾ ഒരു കുസൃതി ഒപ്പിക്കുന്നുണ്ട്. അച്ചമ്മയുടെ ഫോൺ എടുത്തുകൊണ്ട് വന്ന് ഷീല പാല് കാച്ചുന്ന സമയത്ത് അതിലേക്ക് ഹോർലിക്സ് പൊടി ഇടുന്ന സമയത്തൊക്കെ അവൾ ഒളിച്ചിരുന്ന് അത് മൊബൈലിൽ പകർത്താട്ടോ. ആ സമയം തന്നെ അത് ഇങ്ങനെ ഷീല ഇങ്ങനെ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വിക്രമിന് ഒരു കപ്പ് ചായയുമായിട്ട് ഷീല പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് ഷീലയുടെ ഫോണിലേക്ക് ഒരു വീഡിയോ വരുന്നത്. ഇവിടുത്തെ ഗൗരിമോളാണ് ഈ ഒരു അവൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഷീലക്ക് മനസ്സിലാവുന്നത് തന്നെയാണ് അവൾ വീഡിയോ എടുത്തത്, താൻ കട്ടെടുത്ത് ബൂസ്റ്റ് കഴിക്കുന്നതൊക്കെയാണെന്ന് മനസ്സിലാവാട്ടോ. അങ്ങനെ അച്ഛനോട് പറയുന്നുണ്ട്, എന്നെ നോക്കാൻ വന്ന ബോഡി ഗാർഡിനെ എനിക്കൊന്ന് ഇൻ്റർവ്യൂ ചെയ്യണം. ഇൻ്റർവ്യൂയോ? അതേന്നെ, ഇൻ്റർവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞ് അച്ഛനോട് അവൾ എൻ്റെ കൊടുത്ത് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറയാണ്. അങ്ങനെ തരുണ് വിക്രമിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് വിക്രമിനോട് പേര് ചോദിക്കുമ്പോൾ വിശ്വൻ എന്നാട്ടോ പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് വിക്രം എന്ന് പറയാൻ വന്നതായിരുന്നു, പെട്ടെന്ന് പേര് മാറ്റി വിശ്വൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആയിരിക്കെ അവിടെ ഈ വിക്രമിനെ വിളിക്കാൻ വേണ്ടി പോയതാണല്ലോ തരുണ്. ആ സമയം റൂമിൽ തറയിലൊക്കെ കോട്ടി വിതറി ഇടാണ്. വിക്രം വരുമ്പോൾ എങ്ങനെയായാലും അതിൽ ചവിട്ടി വീഴണം, അതിനു വേണ്ടി തന്നെ. അങ്ങനെ തരുണ് വന്നിട്ട് പറയും, നിന്നെ ഗൗരിമോൾ വിളിക്കുന്നുണ്ട്, ഞാൻ പോവട്ടെ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് വാഹനത്തിൽ കയറി പോകുന്നുണ്ട്. അങ്ങനെ വിക്രം ആ റൂമിലേക്ക് വരുമ്പോൾ താഴെ നിറയെ കോട്ടി കിടക്കുന്നുണ്ട് കേട്ടോ. വിക്രം അതിൽ ചവിട്ടി ഇപ്പം തന്നെ വീഴേനെ അങ്ങനെ ഒന്ന് ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പം തന്നെ വീഴേനെ എന്ന് പറയുകയും ചെയ്യണം. അങ്ങനെ ഗൗരിമോൾ അത് കണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും ഈ കോട്ടികളെല്ലാം ഇങ്ങനെ ബൗളിലിടാൻ ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്ന് ചോദിക്കുന്നുണ്ട് ഗൗരിമോൾ. അതിനുശേഷം സ്കൂളിലേക്ക് പോവാട്ടോ. അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് എല്ലാവരോടും യാത്ര പറഞ്ഞ് പോവാണ്. സ്കൂൾ ബസ്സിൻ്റെ പുറകിലായിട്ട് വിക്രമും പോകുന്നുണ്ട്.
സ്കൂളിലെത്തിയ വിക്രമിനെ നോക്കിക്കൊണ്ട് ഗൗരിമോൾ പുച്ഛത്തോടെ അങ്ങ് പോവാണ്. അങ്ങനെ ക്ലാസ് റൂമിലൊക്കെ ഇരിക്കുന്ന സമയത്തും വിക്രമിനെ തന്നെ നോക്കുന്നുണ്ട് ഗൗരിമോളെ. അങ്ങനെ ഗൗരിമോൾ എവിടേക്കാണ് നോക്കുന്നതെന്ന് ഇങ്ങനെ ടീച്ചർ ചോദിക്കുമ്പോൾ അവൾ എവിടെയില്ല എന്നർത്ഥത്തിൽ ടീച്ചറോട് പറയാണ്. അങ്ങനെ തരുൺ സാറ് തന്നെ വിളിച്ച് വിക്രമിനോട് മോളെ എത്തിയോ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പ്രിൻസിപ്പളായിട്ട് ഇയാളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സമയം കിട്ടുമ്പോൾ പ്രിൻസിപ്പാളിനെ പോയി ഒന്ന് കാണണമെന്ന് തരുണും പറയാണ്. അങ്ങനെ പ്രിൻസിപ്പാൾ പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ സ്കൂളിനെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്, ഇനി കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഫൈറ്റ് അങ്ങനെയൊന്നും വേണ്ട, തരുൺ സാർ പറഞ്ഞുകൊണ്ടാണ്. അതെനിക്ക് മനസ്സിലായി, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തരുൺ സാറിൻ്റെ ആ ഒരു പ്രൊഫഷൻ വെച്ചോട്ട് അങ്ങനെ ഒരു ഇത് തോന്നിയതായിരിക്കാം. ഒരിക്കലും സ്കൂൾ വെച്ച് ഇങ്ങനൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് മിസ്സും പറയാട്ടോ. അങ്ങനെ വേദിയാണെങ്കിലും ഈ സമയത്ത് വേദിയെ കാണാനായിട്ട് അവിടെ രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. അവിടെ ഈ പുതിയൊരു ഇഷ്യൂ വരുന്നുണ്ട്. വേദിക്ക് വീണ്ടും ശത്രുക്കളുടെ എണ്ണം കൂടിക്കൊണ്ട് വരികയാണ്. അങ്ങനെ ഓരോ ദിവസം ഒരു ദിവസം കഴിയുന്നുണ്ട്. വിക്രം ആദ്യമായിട്ട് ഗൗരിമോളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നില്ല കേട്ടോ. അതിന് തരുണിൻ്റെ കയ്യിൽ നിന്ന് വഴക്കും കേൾക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലെ റൂമിലേക്ക് പോയ ഗൗരിമോള് വിക്രമെന്ന കീചകനെ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് അത് കണ്ട് പൊട്ടിച്ചിരിക്കാണ്. അപ്പോഴാണ് അച്ചമ്മ പാലുമായിട്ട് വരുന്നത്. മോളെ ഇത് കഴിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ കീചകനെ പാല് കുടിച്ചില്ലെങ്കിൽ പിച്ച് വെച്ച് തരും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നുണ്ട്. അന്നേരത്താണ് അവിടേക്ക് നമ്മുടെ ഷീല സംസാരിക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ വിക്രമിൻ്റെ അടുത്ത്. അന്നേരം ഷീലയെ ഒഴിവാക്കാനായിട്ട് ഞാൻ ഒരു പോലീസ് ഓഫീസറാണെന്ന് കള്ളം പറഞ്ഞതോടുകൂടെ ഭയന്ന് ഷീല അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം അമ്മയെ വിളിക്കാണ് വേദ അയാൾ വന്നോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ പാല് കുടിച്ചില്ലെങ്കിൽ ആ കീചകൻ എന്നെ പിച്ചു എന്ന് അച്ചമ്മ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ മോളെ പിച്ചരുതെന്ന് ഞാൻ പറഞ്ഞോളാം. അങ്ങനെ വിക്രമിന് ഫോൺ കൊടുക്കാൻ വേണ്ടി പറയണം. അയാളുടെ പേര് വിഷനാണെന്ന് തരുണ് വേദിയോട് പറഞ്ഞിട്ടുണ്ടാവും, വിക്രമാണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഫോണുമായിട്ട് വിക്രമിൻ്റെ അടുത്തേക്ക് ഓടി പോകുന്നുണ്ട്. ആ ഒരു ഫോൺ വിളിച്ച് വേദയും വിക്രമും കൂടെ സംസാരിച്ചാൽ വേദയുടെ ശബ്ദം വിക്രമിനും വിക്രമിൻ്റെ ശബ്ദം വേദയ്ക്കും മനസ്സിലാവും. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നുണ്ട്. അപ്പോഴേക്കും വേദയ്ക്ക് ഒരു കോള് വരികയാണ്, അവിടെ ഒരാൾ കാണാൻ വരികയാണ്. അപ്പോൾ ആ ഫോൺ കട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം വരാം കേട്ടോ. അങ്ങനെ വേദ ഞാൻ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുമ്പോൾ അച്ചമ്മ ഭീഷണിപ്പെടുത്തി അവളെ ആ ഒരു പാല് മൊത്തം കുടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വിക്രം അന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരാണ്. മാഷും ആമിയും ആമയുടെ അച്ഛനും എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കായിരിക്കും. അങ്ങനെ ഈ ജോലിയെക്കുറിച്ചൊക്കെ മാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നമ്മുടെ വീട്ടിലെത്താ അപ്പുമോൾ ഉണ്ടായിരുന്നില്ലേ, അതുപോലെയൊക്കെയുള്ള എന്തോ ഒരു ആ കുഞ്ഞു നമ്മൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുള്ള പോലെ തോന്നുക എന്നൊക്കെ പറയുന്ന ആ വിക്രമിനെയൊക്കെ കാണിച്ചുകൊണ്ടാട്ടോ ആ ലാസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇത് ഈ ഒരാഴ്ചത്തെ മൊത്തം എപ്പിസോഡും ഈ ഒരു ഒറ്റ റിവ്യൂയിലൂടെ ഉണ്ട്. ഇതൊക്കെയാണ് ഈ ഒരാഴ്ച സംഭവിക്കാൻ പോകുന്നത്.